തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വിശ്വാസത്തോടെ ജനകീയ പ്രതിരോധത്തിന്റെ ആവേശക്കടൽ തീർത്താണ് സമരാഗ്നി 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അഗ്നിയിൽ സ്ഫുടം ചെയ്ത കാരിരുമ്പ് പോലെ സമരാഗ്നി പ്രക്ഷോഭയാത്ര കോൺഗ്രസിനെ മാറ്റിയെടുത്തു എന്നതാണ് സത്യം. സമകാലീന കേരളീയ സമൂഹത്തെ ആഴത്തിൽ തൊട്ടറിയാനും കേട്ടറിയാനും ഞങ്ങൾക്ക് സാധിച്ചു. പിണറായി സർക്കാർ താറുമാറാക്കിയ ജനജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയവർ നെഞ്ചുപൊട്ടുന്ന നൊമ്പരങ്ങളാണ് ഞങ്ങളുമായി പങ്കുവച്ചത്. നരേന്ദ്രമോദിയുടെയും പിണറായി സർക്കാരിന്റെയും ഭരണം തകർത്ത ജീവിതങ്ങൾ കണ്ട് ഞങ്ങൾ തന്നെ തരിച്ചുപോയി. കോട്ടയത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ലക്ഷ്മി അമ്മയും മകളും ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അടച്ചുറപ്പുള്ള ഒരു ഭവനം മാത്രമാണ്. പനച്ചിക്കാട് പഞ്ചായത്തിൽ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാമെന്ന് കോട്ടയം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സിബി ജോൺ ഞങ്ങളെ അറിയിച്ചപ്പോൾ ലക്ഷ്മി അമ്മയുടെയും മകളുടെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാമ്പത്തിക സഹായം KPCC ഏറ്റെടുത്ത് ജില്ലകളിൽ നിന്നും ചികിത്സാ സഹായത്തിനും മറ്റും ലഭിച്ച അപേക്ഷകളിൽ സാമ്പത്തിക സഹായം വാഗ്ദാനം നൽകിയിട്ടുമുണ്ട്. അങ്ങനെ അവരുടെ ഒരു പരാതി നമ്മൾ നേരിട്ടങ്ങ് പരിഹരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അപേക്ഷകൾ, ഒരുപാട് യാചനകൾ ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് സമഗ്രമായ ഒരു പ്രൊജക്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകീയ ചർച്ചാ സദസ്സിൽ ജനങ്ങൾ സമർപ്പിച്ച പരാതികളിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്താൻ സാധ്യമായതെല്ലാം കോൺഗ്രസ് ചെയ്യും. പരാതികളിൽ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതും പ്രക്ഷോഭം ആരംഭിക്കേണ്ടതുമായ വിഷയങ്ങൾ തരം തിരിച്ച് പരിശോധിക്കാൻ പഴകുളം മധു ചെയർമാനും സജീവ് ജോസഫ് കൺവീനറുമായ ഒരു സമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലഭിച്ച പരാതികളിൽ തുടർ പ്രവർത്തനം നടത്താൻ ജില്ലകളിൽ പ്രത്യേക സംവിധാനം KPCC ഏർപ്പെടുത്തും. ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ UDF പ്രകടന പത്രിക ഉൾപ്പെടുത്തും. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ ഞങ്ങളും പോരാടും. സത്യത്തിൽ കേരളത്തിന്റെ ജുഡീഷ്യറിയിൽ ഒരു അപൂർവമായ വിധിയാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസോടനുബന്ധമായ വിധി നമ്മുടെ മുൻപിലുണ്ടായത്. എല്ലാം പുറത്തിരുന്നവരൊക്കെ അകത്തായി എന്നത് ഒരു പുതുമയാണ്. പുതുമ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു റീ ഓപ്പണിംഗ് നടത്തിയത് എന്ന് ഓർമ്മ വേണം. പക്ഷെ ഇനിയും ഇതിന് അവസാനത്തെ സാങ്ഷൻ കൊടുത്ത, അവസാനത്തെ അനുമതി കൊടുത്ത നേതാക്കന്മാർ ഉണ്ട് ഈ പാർട്ടിക്കകത്ത്. ആ നേതാക്കന്മാരെ കണ്ടെത്തണം. ശരിക്കും അവരാണ് യഥാർത്ഥ കൊലയാളികൾ. അവരെ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം കൂടുതൽ ആഴത്തിലും പരപ്പിലും കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നത് വരെ ഞങ്ങളും പോരാടും. ഞങ്ങൾ പുറകെയുണ്ടെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. TP കൊലക്കേസിൽ CPM-ന് പങ്കില്ലെന്ന് പറഞ്ഞ് സ്വയം വെള്ളപൂശാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതി നൽകിയ ഈ പ്രഹരത്തിന് 51 വെട്ടിന്റെ അപ്പുറത്തുള്ള കാഠിന്യം തന്നെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 51 വെട്ടിനേക്കാൾ വലുതാണ് ഇപ്പോ ഈ വിധിയുണ്ടാക്കുന്ന പ്രഹരവും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. CPM ഒരു കൊലയാളി പാർട്ടിയാണെന്നും ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കണ്ണൂർ നേതാക്കൾ രക്തദാഹികളാണെന്ന് ജനങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. CPM നേതാക്കളെ ശിക്ഷിച്ചതോടെ പാർട്ടിക്ക് ഈ കൊലപാതകവുമായുള്ള ബന്ധം കോടതി ശരിവച്ചിരിക്കുന്നു. കൊലയാളികൾക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്ന തുടർച്ചയായ പരോൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ കൊണ്ടാണെന്ന് കോടതിക്ക് ബോധ്യമായി. കൊടിസുനിയെ പോലുള്ള തടവുകാർ ഒരു വർഷത്തിൽ 300 ദിവസം ആ ജയിലിൽ കിടക്കാറില്ല. അതിലും കുറഞ്ഞ ദിവസമേ കിടക്കാറുള്ളൂ. അതുമാത്രമല്ല, കൊടിസുനിയെ പോലുള്ള ആളുകൾ എത്തിയ ജയിലിൽ അവരാണ് സൂപ്രണ്ട്, അവരാണ് ജയിൽ ഭരിക്കുന്നത്.
ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ പറയുന്നതിനനുസരിച്ച് വാലാട്ടി നിൽക്കുന്ന നട്ടല്ലില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാ. കണ്ണൂർ ജില്ലയിൽ ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും ഇതുപോലെ പരാതി വന്നപ്പോ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ അടക്കി ഭരിക്കുന്നത് കൊടിസുനി പോലുള്ള ഈ കേസിൽ കൊറ്റവാളികളാണ് എന്നതാണ് സത്യം. ടി.പി. ചന്ദ്രശേഖരനെ കൊന്നവരുടെ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പ്രതികൾക്ക് ജയിലിൽ സുഖജീവിതമായിരിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് കോടതി ഇരട്ട ജീവപര്യന്തത്തോടൊപ്പം പ്രതികൾക്ക് അടുത്ത 20 വർഷത്തേക്ക് പരോൾ നകരുതെന്ന് പറഞ്ഞത്. കോടതി എത്ര ഉചിതമായിട്ട് അതിൽ പെരുമാറിയത്, എത്ര ബഹുമാനിച്ചാലും എത്ര പുകഴ്ത്തിയാലും അത് അധികമാവില്ലെന്ന് തോന്നുകയാണ്. കാരണം കോടതി ഇതെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ജയിലിലെ പരോളാണ്. ഉള്ള ദിവസം 360 ദിവസം ഉണ്ടെങ്കിൽ 355 ദിവസവും പരോളിലാണ്. ആ പരോൾ കൊടുക്കാൻ പാടില്ല എന്നുകൂടി അത് മനസ്സിലാക്കിയിട്ടാണ് കോടതി അത്തരമൊരു വിധി പ്രഖ്യാപിച്ചത് എന്നെനിക്ക് തോന്നുകയാണ്. പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിലൊന്ന് CPM-ന്റെ അക്രമ രാഷ്ട്രീയം തന്നെയായിരിക്കും. ഞങ്ങൾ അത് പൊക്കിയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും. 1ഉം 2ഉം പാവപ്പെട്ട ചെറുപ്പക്കാരല്ല. എന്റെ ജില്ലയിൽ മാത്രം 10, 30, 35ഓളം ആളുകളെ വെട്ടിക്കൊന്ന ജില്ലയാണ് എന്റെ ജില്ല. ആ ജില്ലയിലെ ഈ പരശതൻ കുടുംബ രക്തസാക്ഷികളുടെ കുടുംബത്തെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നമുക്കൊന്നത് മറക്കാനും പൊറുക്കാനും സാധിക്കാത്ത വിധം ദുരന്തത്തിന്റെ ഏകാന്തത സൃഷ്ടിച്ച ഒരു സംഭവമാണ് എന്റെ കണ്ണൂർ ജില്ലയിലെയൊക്കെ രാഷ്ട്രീയ കൊലപാതകം. CPM-ന്റെ അക്രമ രാഷ്ട്രീയം മൂലം ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. ജനാധിപത്യത്തിന്റെ ചെറു വെളിച്ചം പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ എത്രയോ കണ്ണൂരിലുണ്ട്. അത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത്. ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ വെളിച്ചം കൊണ്ടുവരുന്നതിനാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഞങ്ങൾ പോരാടിയത്. CPM-ന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ആപത്ത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ എന്നും ഉറക്കെ വിളിച്ചു പറയുന്നതും CPM-ന്റെ ഭീകര മുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതും അതിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലക്കാണ് സത്യത്തിൽ ചെയ്യുന്നത്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ അതിജീവിച്ച് ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പോരാട്ടം നടത്തിയ ശേഷമാണ് ഞാൻ ഇന്ന് KPCC അധ്യക്ഷ പദവിയിലിരിക്കുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതം CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക എന്നതായിരുന്നു. സമരാജ്ഞിയുടെ ഭാഗമായി കേരളീയ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു എന്നത് തൃപ്തികരമായ ഒരു അനുഭവമായി ഞാനതിനെ നോക്കിക്കാണുകയാണ്. കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങളും കുടിൽ വ്യവസായം പോലുള്ള ബോംബ് നിർമ്മാണവും കൊലപാതക രാഷ്ട്രീയവും കേരളം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അതിന്റെ ട്രയൽ റണ്ണായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ CPM ക്രിമിനലുകൾ നടത്തിയ നരനായാട്ട് പിണറായി വിജയന്റെ രക്തദാഹം അടങ്ങുന്നില്ലെന്ന് തെളിവാണത്. പിണറായിയുടെ രാഷ്ട്രീയ ഉന്മൂലന സിദ്ധാന്തത്തിൽ ഉരുത്തിരിഞ്ഞതാണ് അത്. കേരളം ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത്. CPM-ന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രത ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരിക എന്നതും സമരാജ്ഞിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരാജ്ഞിയുടെ ഭാഗമായി സംഘടിപ്പിച്ച 30-ലധികം പൊതുസമ്മേളനങ്ങൾ ജനനിബിഡമായിരുന്നു. സത്യത്തിൽ ഇത്രയേറെ തുടർച്ചയല്ലേ, ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസമല്ല, തുടർച്ചയായ സമ്മേളനങ്ങളാണ്. ഈ തുടർച്ചയായ സമ്മേളനങ്ങളിൽ ഇത്രയേറെ ജനബാഹുല്യം എന്റെ ഓർമ്മയിൽ ആദ്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമാണ് സമരാജ്ഞി ജാഥയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും എത്ര മാത്രമാണെന്ന് ഈ മഹാസമ്മേളനങ്ങൾ വരച്ചു കാട്ടി. തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സമരാജ്ഞി പ്രക്ഷോഭയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. സച്ചിൻ പൈലറ്റ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരി 9 AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത സമരാജ്ഞി പ്രക്ഷോഭയാത്ര
യാത്രക്ക് അന്ന് മുതൽ ഇന്ന് വരെ വലിയ പിന്തുണയാണ് കേരളീയ സമൂഹവും മാധ്യമ പ്രവർത്തകരും നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനുള്ള നന്ദിയും കടപ്പാടും APCCക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളോടുള്ള കടപ്പാട് വളരെ വലുതാണ്. നമ്മുടെ ഈ സമരാഗ്നി എന്ന് പറയുന്ന ഈ ഒരു പ്രക്ഷോഭ സമരത്തെ ജനമധ്യത്തിന്റെ അകത്ത് ഇത്രയേറെ ഉയർത്തിയെടുക്കാൻ മാധ്യമങ്ങൾ കാണിച്ച ഐക്യവും സ്നേഹവും നിങ്ങൾ കാണിച്ച വലിയ മനസ്സിനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഫെബ്രുവരി 9 AICC ജനറൽ സെക്രട്ടറി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസും UDFും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ജനവിധി എഴുതുന്ന തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് ഉറപ്പ് വിശ്വസിക്കുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF മുൻകാലത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ തെരഞ്ഞെടുപ്പ് CPMലെ പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായി സർക്കാരിന് വാട്ടർലോ ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി. ജനം വെറുത്ത മോദി പിണറായി സർക്കാരുകൾക്കെതിരെയായ ജനരോഷം കേരളത്തിൽ UDF ഒരു രാഷ്ട്രീയ തരംഗമാക്കി മാറ്റും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു എന്ന് അവരുടെ സാന്നിധ്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ഉത്തരവാദിത്വപൂർവ്വം പ്രവർത്തകന്മാർ ഓരോരാളുകളും ഏറ്റെടുത്ത് അത് ഗ്രാമങ്ങളിൽ എത്തിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ തനിനിറം മാറും, രാഷ്ട്രീയത്തിന്റെ സാഹചര്യം മാറും. ഇന്ന് കാണുന്ന രാഷ്ട്രീയമാവില്ല. അത് കുറേയേറെ അകന്ന് BJPയിൽ നിന്നും CPIയിൽ നിന്നും അകന്നകന്നു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾക്കുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ വിനയപുരസരം എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്നു. നിർത്തുന്നു.